എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. सभी को जल्दी आने वाले प्रभु यीशु मसीह के नाम से मेरा अभिवादन. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ച് സമയങ്ങളെ വേർതിരിക്കുവാൻ വലിയവനായ ദൈവം തന്ന വസ്തുത ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. एक बार फिर आप सभी के साथ समय व्यतीत करने के लिए प्रभु परमेश्वर ने दिया हुआ सुंदर समय के लिए प्रभु को धन्यवाद देता हूँ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. आज को वचन मनादी के लिए पहला यूहन्ना उसका तीसरा अध्याय उसका 21वीं आयत को हम पढ़ेंगे. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാഗൽഭ്യമുണ്ട്. वचन इस प्रकार कहता है, हे प्रियो, यदि हमारा मन हमें दोष ना दे तो हमें परमेश्वर के सामने हियाव होता है. നമ്മുടെ മനസ്സ് നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിന് മുൻപാകെ പ്രാഗൽഭ്യമുണ്ട്. यदि हमारा मन हमें दोष ना दे तो हमें परमेश्वर के सामने हियाव होता है. അതിനാണ് ഒരു ചോദ്യമുണ്ട്. ऐसा है तो एक सवाल है, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുകയാണെങ്കിൽ यदि हमारा मन हमें दोष देता है तो എന്തായിരിക്കും നിങ്ങൾ അതിന് പറയാൻ ആഗ്രഹിക്കുന്നത്? तो आपका जवाब क्या होगा? आप क्या कहना चाहेंगे? നമ്മൾ പറയും ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാഗൽഭ്യമില്ല. हम बोलेंगे हम प्रभु के चरणों में हियाव नहीं कर सकते हैं. ഏദൻ തോട്ടത്തിൽ മുതൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാപം എന്ന് പറയുന്നത്. एदन वाटिका से लेकर मनुष्य का सबसे बड़ा परेशानी जो था पाप है. പാപത്തെ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഒരിക്കലും പാപം പരിഹരിക്കപ്പെട്ടിരുന്നില്ല. पाप का हल निकालने के लिए काफी कुछ किया गया, लेकिन पाप का कोई हल नहीं निकला. പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പല വഴികളും പല പദ്ധതികളും ഒരുക്കിയതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. पाप से परमेश्वर ने मनुष्य को बचाने के लिए पवित्र शास्त्र में हम देख सकते हैं प्रभु ने बहुत सारे मार्गों को अपनाया था. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള യാഗങ്ങളെ തന്നെ ദൈവം നിലവിൽ കൊണ്ടുവന്നതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. पवित्र शास्त्र ग्रंथ में हम देख सकते हैं कि पाप से मुक्ति दिलाने के लिए कई सारे बलिदानों को किया गया करके हम पढ़ सकते हैं. എത്രയെത്ര ആട്ടുകൊറ്റന്മാരെയും എത്രയെത്ര മൃഗങ്ങളെയും എത്രയെത്ര പ്രാവിൻ കുഞ്ഞുങ്ങളെയും കൊന്നു തീർത്തിട്ടും പാപത്തിന് പരിഹാരം ഉണ്ടായില്ല. कितने सारे बछड़ों को, जानवरों को और पक्षियों को बलि चढ़ाने के बावजूद भी पाप से कोई मुक्ति नहीं मिला. എന്നാൽ പാപത്തിൽ നിന്ന് ഒറ്റ രീതിയിൽ മാത്രമേ രക്ഷ നേടാൻ കഴിയുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. लेकिन पाप से मुक्ति पाने के लिए केवल एक ही उपाय है, वो है प्रभु यीशु मसीह. ये हम समझ सकते हैं. യേശു ക്രിസ്തു പാപമില്ലാത്തവനായി ഈ ലോകത്തിൽ വന്ന് പാപികളായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ അവന്റെ യാഗമായി തീർന്നപ്പോഴാണ് പാപത്തിന് നിത്യമായ പരിഹാരം ഉണ്ടായത്. यीशु मसीह धरती पर पवित्र होकर जन्म लिया. उसके अंदर कोई भी पाप नहीं था और हमारे और आपके पाप के लिए वो हमेशा के लिए क्रूस पर चढ़ गया. ഇനി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നതുകൊണ്ട് മാത്രം പാപം പരിഹരിക്കപ്പെട്ടു? क्या केवल यीशु के क्रूस पर मारे जाने से हमारे और आपके पाप से मुक्ति मिल गया? നാം യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ അംഗീകരിച്ച് അവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാത്രമാണ് പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. हम यीशु मसीह के मृत्यु पर, उसके क्रूस के मृत्यु पर जब मैं और आप विश्वास करेंगे तभी मुझे और आपको पाप से मुक्ति मिलेगा. നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. हम वापस जिस पद को हमने पढ़ा उसकी ओर आएंगे. നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. उस वचन में इस प्रकार से लिखा है, हमारा मन यदि हमें दोष लगाए तो നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ മനസ്സിനറിയാം. हम जो भी कार्य करते हैं हमारा मन सब कुछ जानता है. എന്തെങ്കിലും തെറ്റ് നാം ചെയ്താൽ നമ്മുടെ മനസാക്ഷി നിശ്ചയമായി നമ്മെ കുറ്റം വിധിക്കും. यदि हम कोई भी गलती करते हैं तो निश्चय हमारे जो मन है हमें दोषी ठहराता है. മനസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പാപം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും എന്നാൽ പാപം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. मन के जो है दो प्रकार से मन को हम देख सकते हैं. एक तो जो हम पाप करने के लिए हमें प्रेरित भी करता है और दूसरा पाप करने के बाद यदि वो जो दोष है वो हमें जो है पता चल जाता है. ദാവീദ് രാജാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, दावीद राजा से हम पूछे तो वो ये कहेगा, അദ്ദേഹം തന്റെ അരമനയുടെ മുകളിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് जब वो अपने महल के ऊपर चल रहा था കാണാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം കണ്ടു. जो चीज नहीं देखना था उसने उसको देख लिया. ഇനി കണ്ടു എന്ന് മാത്രമല്ല, തന്റെ മനസ്സ് തന്നോട് പറയുകയാണ് ഒരു പാപം ചെയ്യുവാനുള്ള പ്രേരണ.
केवल उसने उसको देखा ही नहीं बल्कि उसका मन उससे कहने लगा कि एक पाप करने का प्रेरणा मिला। ആ പാപം ചെയ്യുവാൻ വേണ്ടി എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികൾ മുഴുവൻ ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ സ്വാധീനിച്ചു. और पाप करने के लिए जो कोई मार्ग अपनाना था या फिर जो कोई मार्ग मिला था वो सब कुछ उसका मन उसको करने के लिए चाहता था। എന്നാൽ പാപം ചെയ്ത് പിടിക്കപ്പെട്ട് ഒടുവിൽ പ്രവാചകൻ വന്ന് തന്നെ പാപത്തെ ഓർമ്മിപ്പിച്ചുണർത്തിയപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അങ്ങനെയാണ് 51-ാം സങ്കീർത്തനം രേഖപ്പെട്ടിട്ടുള്ളത്. और जिस प्रकार से एक भविष्यवक्ता वहां पर आया और उस जो है राजा को उसने जो भी गलती किया उस गलती को जो है उसको मन फिराब दिलाकर उसके बाद उसने भजन संहिता 51 लिखा था। ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം പാപം ചെയ്യുവാൻ ദാവീദിനെ തന്റെ മനസ്സ് പ്രേരിപ്പിച്ചു. पाप करने के लिए दावीद को जो है वो उसका मन उसको प्रेरणा देता था. എന്നാൽ പാപം ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ അതേ മനസ്സ് തന്നെ പറയുകയാണ് നിനക്ക് ദൈവത്തിന്റെ മുൻപാകെ നിൽക്കാൻ സാധ്യമല്ല. और पाप करने के बाद भी वही मन उससे कहता है कि तू परमेश्वर के सामने वास नहीं कर सकता. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവമുള്ള കാര്യമാണിത്. मुझे सुनने वाले हर एक को एक व्यक्तिगत तौर से इसका अनुभव जरूर होगा. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പലപ്പോഴും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. आपका मन आपको कई बार गलत काम करने के लिए प्रेरणा देता होगा. എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ ഒരു കുറ്റബോധവും ഈ മനസ്സ് തരുന്നുണ്ട്. लेकिन पाप करने के बाद भी एक जो है उस गलती का एहसास भी ये मन हमें देता है. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത്? लेकिन पवित्र शास्त्र बाइबल हमें क्या बताता है? മനുഷ്യൻ പാപിയായിരുന്നപ്പോൾ തന്നെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. जब मनुष्य पापी था उसी समय परमेश्वर ने मनुष्य से प्रेम किया. ലോകത്തിലെ സകല മനുഷ്യരും പാപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം അവനെ സ്നേഹിക്കുകയും ആ പാപിയായ മനുഷ്യനെ വിടുവിക്കുവാൻ കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അവൻ പറഞ്ഞയക്കുകയും ചെയ്തു. और उस हर एक पापी मनुष्य को परमेश्वर ने यीशु ने प्रेम किया. परमेश्वर पिता ने पुत्र यीशु को इस जगत पर भेजा. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, जरा सोच के देखिएगा, നമ്മൾ പാപിയായിരിക്കുമ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. हम जब पापी थे तब परमेश्वर ने हमसे प्रेम किया था. നമ്മൾ നല്ലവരായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു ഓക്കെ കൊള്ളാം ഗുഡ്. जब हम अच्छे बन के रहते हैं तो हमारा मन कहता है ठीक है सब अच्छा है. എന്നാൽ ഒരു ചെറിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഈ മനസ്സ് നേരെ നമുക്ക് വിരോധമായി തീരുകയാണ്. लेकिन कोई भी गलती हमारे मन में हमसे हो जाती है तो ये मन हमारे खिलाफ हो जाता है. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. और इस भाग को अच्छे से समझने के लिए उसका 20वीं आयत को हम पढ़ेंगे. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, वहां पर इस प्रकार से लिखा है, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ നാം ആ ഹൃദയത്തോട് പറയുക എന്റെ ഹൃദയമേ ദൈവം ഈ ഹൃദയത്തെക്കാളും വലിയവനും എല്ലാം അറിയുന്നവനുമാകുന്നു. यदि आपका मन आपको दोष लगाता है तो हमें उस मन से कहना है कि हे मन, मेरा परमेश्वर हमारे सारे दोष को सारे गलतियों को वो जांचता है. എന്റെ ഹൃദയത്തെക്കാളും ദൈവം വലിയവനാണ്. तो परमेश्वर जो है हमारे मन से भी वो बड़ा है. അതായത് എന്റെ മനസ്സ് എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പാപം ചെയ്ത് കഴിയുമ്പോൾ എന്നെ കുറ്റം വിധിക്കുകയും ചെയ്യുകയാണ്. और मेरा जो मन है वो मुझे पाप करने के लिए प्रेरणा देता है और उस पाप करने के बाद भी वो मन जो है उस गलती का दोष दिलाता है. എന്നാൽ ദൈവം ഞാൻ പാപിയായിരിക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്നവനാണ്. लेकिन उस परमेश्वर ने जब हम पापी थे उस समय हमसे प्रेम किया. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സാണോ നല്ലത് അതോ ദൈവമാണോ നല്ലത്? तो ऐसा है तो यदि हमारा मन अच्छा है या वो परमेश्वर अच्छा है? തീർച്ചയായും മനസ്സിലാക്കുക, നമ്മുടെ മനസ്സാണ് കുഴപ്പം, ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്. लेकिन निश्चय ये समझ लीजिए हमारा मन में गड़बड़ी है, परमेश्वर हमसे प्रेम करता है. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തുക. इसलिए बाइबल कहते हैं कि मन को नए सिरे से बदल कर रूपांतर हो जाओ. ചിലരൊക്കെ ചിന്തിക്കുന്ന ചിന്ത എങ്ങനെയാണ്, ഈ ലോകത്തില് ഭയങ്കര ഭക്തന്മാരായി ജീവിച്ച് ദാനധർമ്മമൊക്കെ ചെയ്ത് ജീവിച്ച് നല്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയ എന്തോ നന്മ കിട്ടുന്നതാണ്. कुछ लोग इस प्रकार से सोचते हैं जब हम इस पृथ्वी पर जीते हैं तो कुछ दान पुण्य और कुछ अच्छे कर्म हम कर देंगे तो हम स्वर्ग में जाएंगे तो कुछ महान प्रतिफल मिलेगा. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ചെയ്യുന്ന ഏതോ ഒരു നന്മയുടെ പ്രതിഫലം മാത്രമായിരിക്കും അവിടെ ലഭിക്കുക. लेकिन आप सोचिएगा जो भी आप भलाई इस पृथ्वी पर करते हैं तो उसका कोई ना कोई एक प्रतिफल वहां पर आपको मिलेगा. അങ്ങനെയാണെങ്കിൽ ആ പ്രതിഫലം മേടിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നത് വളരെ നെഞ്ചൊക്കെ വിരിച്ച് വളരെ എന്താ പറയുന്നത് ഞാനതൊരു യോഗ്യനാണ് എന്നുള്ള രീതിയിലായിരിക്കും. यदि आप उस प्रतिफल लेने के समय आप अपने छाती को फाड़ते हुए एकदम सीना तानते हुए आप उस प्रतिफल के लिए खड़े हो जाते हैं. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു, എനിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കാൻ പോകും. मैंने कुछ ना कुछ किया है, मुझे उसका प्रतिफल मिलने वाला है.
എന്നാൽ തിരിച്ചറിയ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത നന്മകളോ നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തികളോ അല്ല, യേശുവിന് എന്നോടും നിങ്ങളോടും തോന്നിയ സ്നേഹം കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ ആ പ്രതിഫലത്തിന് വേണ്ടി നാം നിലകൊള്ളുവാനിടയായി തീരുന്നത്. हमारे और आपके पुण्य कामों से या फिर अच्छे कर्मों से नहीं है वो जो प्रतिफल वहां पर रखा गया है, बल्कि परमेश्वर का जो मुझसे और आपसे प्रेम है उसके प्रति वो प्रतिफल मेरे और आपके लिए वहां पर रखा गया है. ഇത് തിരിച്ചറിയുമ്പോൾ इसको जब आप समझ लेंगे, തല വണക്കിക്കൊണ്ടായിരിക്കും ആ പ്രതിഫലത്തിന് വേണ്ടി നാം കടന്നു ചെല്ലുന്നത്. अपने सरों को झुकाते हुए हम उस प्रतिफल को प्राप्त करने के लिए जाएंगे. എന്ത് പ്രതിഫലം കിട്ടിയാലും അത് അവന്റെ കാൽക്കൽ വെച്ചിട്ട് പറയും, കർത്താവേ, ഇതിന് ഞാൻ യോഗ്യനല്ല, ഇത് നീ എനിക്ക് നൽകി തന്നതാണ്. हम उस प्रतिफल को लेने के बाद उसको उठाकर उस परमेश्वर के चरणों में रखते हुए कहेंगे, हे प्रभु, मैं इसके योग्य नहीं हूँ. കാരണം ഈ സ്വർഗത്തിലേക്ക് വരുവാൻ നീയാണ് കാരണക്കാരൻ, നീ അറുക്കപ്പെട്ടു, നീ എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർഗത്തിലേക്ക് എത്തിയത്. इस स्वर्ग में आने के लिए तू मेरे लिए मारा गया, तू मेरे लिए गाड़ा गया, और इसलिए मैं आज इस स्वर्ग में पहुंचा हूँ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനൊരു പുതുക്കം ആവശ്യമാണ്. इसलिए हमारे एक मन में एक नए सिरे से फिरना बहुत ही जरूरी है. മനസ്സിന്റെ പുതുക്കം എന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. मन को जो है नए सिरे से बदलना, इसका मतलब यह है कि प्रभु यीशु मसीह को अंगीकार करना. എന്റെ മനസ്സിനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ മനസ്സ്, നീ എന്നോട് സംസാരിക്കണ്ട, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ മതി. मुझे मेरे मन से कहना है कि हे मेरे मन, तू मुझसे बात मत कर, मुझे प्रभु से बात करना है. നാം നമ്മുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കുവാൻ താമസിച്ചാൽ നാം തീർച്ചയായും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായിരിക്കും. हम अपने मन की आवाज को सुनने के लिए देरी करेंगे तो निश्चय हम उस परमेश्वर की आवाज को सुन पाएंगे. ഇന്ന് പലപ്പോഴും നമ്മെ ഓരോരുത്തരും നടത്തുന്നത് ദൈവത്തിന്റെ ശബ്ദമല്ല, മനസ്സിന്റെ ശബ്ദമാണ്. हम में से कई लोगों को परमेश्वर की आवाज नहीं चलाता है, बल्कि हमारा स्वयं खुद का मन की आवाज हमें चलाता है. നമ്മുടെ മനസ്സ് ചിലപ്പോഴൊക്കെ പറയും, നീ കൊള്ളാം, മിടുക്കനാണ്. हमारा मन कई बार कहेगा तू अच्छा है, तू बहुत ही ठीक है. എന്നാൽ ദൈവം എന്തായിരിക്കും പറയുക? लेकिन परमेश्वर क्या कहता है? നമ്മുടെ മനസ്സാണോ ദൈവമാണോ നമ്മോട് സംസാരിക്കുന്നതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കുക. क्या हमारा मन हमसे बात करता है या फिर परमेश्वर हमसे बात करता है, ये हमें परखने की जरूरत है. മനസ്സാണ് നമ്മോട് സംസാരിക്കുന്ന, മനസ്സിനോട് പറയുക, നീ എന്നോട് സംസാരിക്കണ്ട, എന്നോട് ദൈവം സംസാരിക്കട്ടെ. यदि मन हमसे बात करता है तो उस मन से कह दीजिए, तुम मुझसे बातें मत कर, प्रभु को मुझसे बात करने दे. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. प्रभु हम सभी को इस वचनों के द्वारा हमें आशीष